നമ്മളിനി കൊൽക്കത്തയിലേക്ക് പോകുന്നു. ഡോക്ടർമാർ ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ പരിശോധിക്കുന്നതിന് ദേശീയ ദൗത്യ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു സുപ്രീം കോടതി. കൊൽക്കത്തയിലുണ്ടായ സംഭവവികാസങ്ങൾ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. അതിന്റെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ബംഗാൾ സർക്കാരിനെ കോടതി അതിരൂക്ഷമായിട്ടാണ് വിമർശിച്ചത്. കൊലപാതകത്തിലെ അന്വേഷണത്തിന്റെ തൽസ്ഥിതി വിവരങ്ങൾ വ്യാഴാഴ്ച അറിയിക്കണമെന്നാണ് CBIക്ക് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതേസമയം ഗവർണർ CV ആനന്ദബോസിന്റെ നീക്കങ്ങളും BJPക്ക് പുറമെ ഇന്ത്യ മുന്നണിക്കുള്ളിൽ നിന്നുയരുന്ന എതിർപ്പും മമതാ ബാനർജി സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി കൊൽക്കത്തയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. ബംഗാൾ സർക്കാരിന്റെ നീക്കങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ കോടതി. പ്രക്ഷോഭങ്ങൾ ഒരു ഭാഗത്ത് ഇപ്പോഴും സജീവമായി തന്നെ ഉണ്ടല്ലോ. എന്തൊക്കെ സംഭവവികാസങ്ങൾ ഇന്ന് ഈ വിഷയത്തിലുണ്ടായി ബൽറാം? ഉന്മേഷ പ്രതിഷേധങ്ങൾ അതിശക്തമായി തന്നെ തുടരുകയാണ്. സുപ്രീം കോടതിയുടെ ഇടപെടലിനെ ഡോക്ടർമാർ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ സമരം ഉടൻ അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഡോക്ടർമാർ ഉള്ളത്. പ്രത്യേകിച്ചും ഈ നിലവിലിപ്പോൾ ഡോക്ടർമാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ സമരം ആരംഭിച്ച വിഷയമുണ്ട്. അത് RG കൗർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കൊലപാതകം, ബലാത്സംഗം എന്നിവയാണ്. അക്കാര്യത്തിൽ ഇരയ്ക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രധാന ആവശ്യം. അത് നിലവിലിപ്പോൾ CBI അന്വേഷണം 7ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോഴും ഒരു പ്രതിക്കപ്പുറത്തേക്ക് അറസ്റ്റുകൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ഒന്നിൽ കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ ഉള്ളത്. അവർ നേരിട്ട മൃതദേഹം കിടന്ന സ്ഥലം കണ്ടതാണ്. മറിച്ച് ശാസ്ത്രീയമായി അവർക്ക് കൃത്യമായി ബോധ്യം ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ ഒരു പ്രതിയെ മാത്രം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മറ്റു കുറ്റവാളികൾ ഇപ്പോഴും ഈ ക്യാമ്പസിലോ പരിസരത്തുമായി ഉള്ളപ്പോൾ എങ്ങനെ ഇവിടെ സുരക്ഷിതമായി ജോലി ചെയ്യാനാകുമെന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച CBIയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അത് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം, അതിൽ എന്തൊക്കെയാണ് CBI അന്വേഷണം ഏതുവരെയായി എന്ന് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകും. നിലവിൽ ഇപ്പോൾ അന്വേഷണ പുരോഗതി സംബന്ധിച്ച് ഒരു കാര്യവും ഇതുവരെയും CBI വിദ്യാർത്ഥികളോടോ മാധ്യമങ്ങൾക്ക് മുന്നിലോ വിശദീകരിച്ചിട്ടില്ല എന്നുള്ളൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം തുടരുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അത് RG കൗർ മെഡിക്കൽ കോളേജിന്റെ മുറ്റത്തെ സമരപന്തലിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ്. ഇത്തരത്തിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ അടക്കമായാണ് ഈ പ്രതിഷേധം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ഒരു യോഗം സുപ്രീം കോടതിയുടെ ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന് തുടർ തീരുമാനങ്ങൾ, നടപടികൾ ഉൾപ്പെടെയുള്ളവ തീരുമാനമെടുക്കും. അതേസമയം മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും തന്നെ പ്രതിരോധത്തിലാണ് മമതാ ബാനർജി. അതുകൊണ്ട് തന്നെ അത് മറികടക്കാനുള്ള കൂടിയാലോചന നീക്കങ്ങൾ നടക്കുന്നു. അതിന്റെ ഭാഗമായി 2 SITകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഈ കോളേജുമായി ബന്ധപ്പെട്ട കാലങ്ങളായി ഉയർന്നു വന്നിരുന്ന അഴിമതി ആരോപണങ്ങൾ അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ്, സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കാൻ ഒരു 15-അംഗ SITക്ക് രൂപം നൽകിയിരിക്കുന്നത്. കൂടാതെ ആശുപത്രിയിൽ നടന്ന അക്രമ സംഭവങ്ങൾ അന്വേഷിക്കുന്നതിനായി മറ്റൊരു SITക്കും രൂപം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് തന്നെ ഈ തെളിവുകൾ അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ SIT രൂപീകരണം എന്ന ആരോപണവുമായി പ്രതിപക്ഷം ശക്തമായി തന്നെ രംഗത്തുണ്ട്. തെരുവിലുള്ള പ്രതിഷേധങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ സുപ്രീം കോടതിയിൽ നിന്നുള്ള വിമർശനമുണ്ടായ അതേ ഘട്ടത്തിൽ ഗവർണർ CV ആനന്ദബോസ് ഡൽഹിയിൽ തുടരുകയാണ്. അദ്ദേഹം രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ആഭ്യന്തരമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഇത്തവണത്തെ ഡൽഹി സന്ദർശനം എന്നുള്ളത്. അത് അദ്ദേഹം പുറപ്പെടും മുമ്പ് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ എല്ലാം തന്നെ സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നിരിക്കുന്നുവെന്നും ക്രമസമാധാന പരിപാലനത്തിൽ സർക്കാർ പൂർണ്ണ പരാജയമായിരിക്കുന്നു എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥികളുമായി സംസാരിക്കുമ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങൾ അതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ യാത്രയുടെ ഒരു ഉദ്ദേശമാണ്. സംസ്ഥാനത്ത് ഭരണഘടനാപരമായല്ല ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ ഭരണഘടന തനിക്ക് നൽകിയ അധികാരങ്ങൾ അത് പ്രയോഗിക്കും എന്ന് വ്യക്തമാക്കിയാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായിരിക്കും തുടർ നീക്കങ്ങൾ എന്നുള്ളത് ഈ പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാകും. ഈ കഴിഞ്ഞ ഈ കാലയളവിൽ അധികാരത്തിലെത്തി 3ാം തവണ അധികാരത്തിലെത്തിയിരിക്കുകയാണ് മമത. ഈ ഘട്ടങ്ങളിൽ ഒന്നും നേരിടാത്ത വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്, ബൽറാമാണ് വിവരങ്ങൾ നൽകിയത്. കൊൽക്കത്തയിൽ നിന്ന് അവിടെ പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. അത് ശക്തമായി തുടരുമെന്നാണ് ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുള്ളത്.